2 ചായ, 1 വിത്തൗട്ട്. 2 ചായ വിത്തൗട്ട്. പള്ളാർച്ച് പറ്റി വീങ്ങണ്ടല്ല. എന്താണ് യമകണ്ട കോള് വല്ലതും കിട്ടിയാ പറയാ? എന്ത് കോളിന്റെ കോയ? പിന്നെ ഇക്ക അവിടെ 1 രൂപ 10 പൈസ. ബുക്കിൽ എഴുതിക്കോ. പറ്റു കുറച്ച് അധികമായി. അതിനെന്താ, ഞാനില്ലേ? ഒലക്കണ മൂടി. തന്റെ പേര് പറഞ്ഞാലും പറ്റണ്ടല്ല. പലചരക്കടക്കാരൻ ഹൈദ്രോസിക്ക സാധനം കടം തരൂല്ല. താൻ ചുമ്മാ കയറിയ ആളാകടോ. ഉടമസ്ഥനെ ഹമീദക്ക സമ്മതിച്ച പിന്നെ സപ്ലയർ ആയ തനിക്കെന്താ? അല്ലോ, ഹമീദിക്ക് ഇങ്ങനെ സമ്മതിച്ചാണ് ഇതേ അലമാരിലെ പലഹാരത്തിന് എണ്ണം കുറഞ്ഞത്. കാലത്ത് തന്നെ കുറ്റിയും പറിച്ചിങ്ങാട് പോരും. ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേ. ഇപ്പൊ തരാം, മനസ്സിലിരിക്കും. ഇപ്പൊ തരടോ, ഒന്ന് വെറുതെ ഇട്ടേ. കടം ചോദിക്കാൻ വന്നേക്കണ്ട കള്ളാൻ. കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും. എനിക്ക് മുതലും ഇപ്പൊ തന്നെ കിട്ടണം. മമ്മാലി, കുറച്ച് ദിവസത്തേക്ക് കൂടി അവധി തരണം. ഞാൻ ആകെ തറന്നിരിക്കുക. തരാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്? ഇതെന്താണിത്? ഇതെന്താണിത്? അങ്ങനെ അങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക. കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ? വലിയൊരു വീട്ടില് ബന്ധുതയല്ലേ നടന്നത്. ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പെണ്ണിനിറക്കി കൊടുക്കണം. എന്തൊരു ചെലവായിരുന്നു എന്റെ മമാലിക്ക. എന്താണിത്? മമാലിക്ക ഇങ്ങോട്ട് നോക്കിയതേ. മമാലിക്ക, പണം ചോദിച്ചിട്ട് ഹമീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത്. പണം അങ്ങേര് തരും. ഇപ്പൊ ഞാനിത് തരും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും തരും, കൂടെ ചായയും കൊണ്ട് തരും. അത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ നോക്കി. വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇത് കുറച്ച് പൊതിയട്ടെ. വേണ്ടല്ലേ? വേണമല്ലേ? വേണ്ടല്ലേ? അല്ലോ, അതേ നോക്കണ്. മമ്മാലി, ഒരു 3-4 മാസത്തെ അവധി എനിക്ക് തന്നേ പറ്റൂ. അതിനിടയ്ക്ക് മറ്റൊന്നും തരപ്പെട്ടില്ലെങ്കിൽ താമസിക്കുന്ന വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തരാം. നേരാണല്ലോ ഈ പറയണത്. ഇനി ഒരു അവധി കേൾക്കാൻ ഈ മമ്മാലിയെ കിട്ടൂല. ഒരു ചായ. ചായ ഇല്ല. നാറ്റയില്ല. ചായയല്ലേ, ഒരു കാപ്പിയോട്. കാപ്പിക്ക് പാലില്ല. ഒരു സുലൈമാനി തരട്ടെ. കട്ടൻ ചായ വേണ്ട. ഒരു ഗ്ലാസ് വാട്ടർ ജ്യൂസ് കൊടു. വാട്ടർ ജ്യൂസാ? പൊറോട്ടെ, കോഴിയിറച്ചിയാ? അതെന്താണ്? എനിക്ക് മനസ്സിലായില്ല. അത് എന്താണത്? പച്ചവെള്ളം ഇല്ലേ, പച്ചവെള്ളം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പിന്നെ നേരെ ചോദിക്കാൻ പാടില്ലായിരുന്ന? ഇത് വലിയ പാടായല്ലേ ഇത്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ വേണം ഇപ്പൊ എന്തും ചോദിക്കാനും പറയാനും. പങ്കിളിക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാ. ഓ, എന്ന് 2 വടി എടുക്കട്ടെ. ഇന്നത്തേന് ഇപ്പൊ ഉണ്ടാക്കിയതാണ്, ചൂടാറിയിട്ടില്ല. വെള്ളം ഇപ്പൊ കൊണ്ട് തരാട്ടെ. വെള്ളത്തിന് ഭയങ്കര ചാമാണ്. വട എങ്ങനെയുണ്ട്? കൊള്ളാവാ? അല്ലേ? ഇല്ലോ വാട്ടർ ജ്യൂസ് 1 रुपया 99 പൈസ അവിടെ കൊടുത്തേക്ക്. ആഹാ, മുതലാളിയുടെ സ്ഥാനത്ത് ഇപ്പൊ താനാണല്ലേ? എടോ, ഈ ഇളനീര് മൂത്താണടോ തേങ്ങ ആവണത്. ഒരു കാലത്ത് ഞമ്മളും ആവോടോ മുതലാളി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കു സുലൈമാനെ. എന്താണ് അമേരിക്ക വല്ലാതെ? ഒന്നുമില്ല, 2 ദിവസമായിട്ടൊരു ചുമയും പനിയും, വല്ലാത്ത ക്ഷീണം. വീട്ടില് വിശേഷമൊന്നും ഇല്ലല്ലോ? അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മൂന് നല്ല സുഖമില്ല, 4-5 ദിവസമായിട്ട് കിടപ്പാണ്. പേടിക്കാനൊന്നുമില്ല, ഒരു പനി. ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് കാണണമെന്ന്. ഉമ്മു പറഞ്ഞയച്ചതാണെന്ന് അവിടെ ആരും അറിയണ്ടെന്ന് പറഞ്ഞു.
എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അവളെ അറിയിക്കണ്ട. പനി മാറിയ ഉടനെ ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടോ ഹമീദെ? ഒന്നിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോടെ അവളുടെ മേലെ നിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ തീർന്നായിരിക്കും വിചാരം. കുറച്ചു ദിവസമായി സുഖമില്ല കിടക്കായിരുന്നു. മോളെ ഉമ്മ, മോളെ എന്താ അസുഖം മോളെ? ഒന്നുമില്ലുമ്മ, ചെറിയ പനിയാ. ഡോക്ടറെ കാണിച്ചോ? മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? നീ കുളി മാറിയിട്ടുണ്ടോ മോളെ? 4-5 ദിവസമായിട്ട് പനി പിടിച്ചു കിടക്കുന്ന ആ പെങ്കൊച്ചിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങളെ കൊണ്ടായില്ല. കുരുമുളക് വെള്ളം കൊടുക്കുന്നുണ്ടത്രേ. കുരുമുളക് വെള്ളം. നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സാണ് ഈ കാണുന്നതൊക്കെ. ആലാക്കിന്റെ അവലും കഞ്ഞി. എന്റെ തറവാടിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ മാത്രം താൻ പറഞ്ഞല്ലോ കാക്ക. ഉമ്മ, ബാപ്പ മാമയുമായി വഴക്കിടുന്നു. ബാപ്പയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പറയട്ടെ മോളെ, പറയട്ടെ. ചാഞ്ഞു കിടക്കുന്നുണ്ടാ ഓടി കയറുന്നത്. അപ്പോ നിങ്ങൾ എന്നെ ഇവിടെയും പൊറുക്കാൻ സമ്മതിക്കില്ലല്ലേ? ഒന്നു ഈ നിലയിൽ ഇവിടെ പൊറുക്കണേലും നല്ലത് പൊറുക്കാതിരിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്നെ കൊന്നുകള മോളെ. ബാപ്പാനെയും ഉമ്മാനെയും കണ്ടാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കരുതിയ വിവരം അറിയിച്ചത്. ഇപ്പൊ ഉള്ള സമാധാനം കൂടി ഇല്ലാതായി. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ്. അല്ല, ഇത് വിൽക്കാൻ പോവേണ? കച്ചവടം ഇല്ലാത്ത പീടികയിൽ എന്തിനാ ഫ്രിഡ്ജ്? എനിക്കാണെ കുറച്ച് പണത്തിനും ആവശ്യമുണ്ട്. ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും, പിന്നെ ഡെസ്ക്, പിന്നെ ബെഞ്ച്, അങ്ങനെ വിറ്റ് 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 ഒടുക്ക എന്നെയും വെക്കും. എന്താണ് നോക്കണത്? ഞാൻ പറഞ്ഞ നേരല്ലേ? ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സൂക്ഷിക്കേണ്ടു. പണം ഇല്ലാതെ എങ്ങനെയാ കച്ചവടം ചെയ്യുക? കച്ചവടം എന്തേ ഇല്ലാണ്ടായി? കടയിൽ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട്. സാധനം വിറ്റ് കാശല്ല ഉണ്ടാക്കിയത്. ഇത്രയും കനമുള്ള ഒരു പറ്റുവര പുസ്തകം കൊലക്കട മൂട്. കടം കൊടുക്കാണ്ട് കച്ചവടം നടക്കുവോ? നടക്കും. ഇക്കാരെ കൊണ്ട് പറ്റൂല. വേണമെങ്കിൽ കോഴ നടത്തി കാണിക്കാരാ. അസ്സലാമു അലൈക്കും. വാ അലൈക്കും അസ്സലാം. ഞാൻ അമീദിനെ വീട്ടിൽ അന്വേഷിച്ചു. ആ, ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. എന്താ വിശേഷിച്ച്? ഒരു കാര്യം പറയണ്ട വന്നാട്ട്. ഇങ്ങോട്ട് വാ. എന്താണ് ഇവിടെ നിക്കണത്? ഇപ്പൊ ഇതൊന്നും വിൽക്കണില്ലല്ല. നാളെ പോലെ ഞമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ്. വിൽക്കണില്ലേ? വേണ്ട, എന്റെ കാശ് എന്റെ പോക്കറ്റ് കിടക്കൂലോ. സാധനം വിടയും കിടക്കും. താൻ തന്റെ പാട്ടിന് പോടൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മരുമോനെ ഒരു നിലയിലും ഹമീദ് വേദനിപ്പിക്കരുത്. ഗതി കെട്ടാണോ വന്നിരിക്കണത്. പിന്നെ ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടിരിക്കും. ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളുടെ പുരയിൽ തീപ്പുക പൊങ്ങിയിട്ടേ എന്റെ പുരയിൽ അടുപ്പ് പുകയും. ഇതിരിക്കട്ടെ. വേണ്ട മുസ്തഫ, വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച 4000 രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയും ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മൾ തമ്മിൽ എന്തിനാ വിളിച്ചു കളി? നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ? എടോ ഭ്രാന്ത, താനെന്തിനാ ഇപ്പൊ കരയുന്നത്? അയലോക്കാരായാൽ ഇതൊക്കെ പതിവാ. പണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചി വെട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത്. തേങ്ങാക്കൊല ഒന്ന് കളയടോ. ആലാക്കിന്റെ അവലും കഞ്ഞിയും. 55 55 4 59 60 ആ 2 10 പൈസ അതും വെച്ച് മിണ്ടണില്ല. പോകുമ്പോ വേണ്ട. ആ ഹലോ ഹലോ അച്ഛനെ അതെന്താണ് ആര്യനാ പേപ്പർ?
അത് ഞമ്മടെ എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഭയങ്കര ബുദ്ധിയാണല്ലേ പോകുമ്പോ അഡ്രസ് ഒന്ന് വരണം കേട്ടാ പിന്നെ ചായന്റും പറഞ്ഞ പൈസ എന്റെ പറ്റിലെഴുതിക്കോ. പറ്റാ ഇതൊരു തരം പറ്റിക്കലാണല്ല. അത് വേണ്ട, കാശ് എന്നിട്ട് പോയാ മതി കേട്ടാ. ഞാനല്ല പറയണത്, കാശ് പിന്നെ തരാന്ന്. കോയ ബുക്കിൽ എഴുതിക്കോ. കോയ ഇങ്ങനെ ചെയ്തിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി ഈ കട മയ്യത്താക്കിയത്. ഇനി ബുക്കിൽ എഴുതുന്ന പരിപാടി നോ, നഹി, നിർത്തി. ഇപ്പൊ ഹമീദിക്കല്ല കോയേന് കട നടത്തുന്നത്, മനസ്സിലായ? അത് നിനക്കെങ്ങനെ മനസ്സിലാവാനാ? തന്റെ തലയിൽ വല്ലതും ഉണ്ടാ? ആകെ തലയെക്കെട്ട് മാത്രമല്ലേ ഉള്ളു. പൊന്ന് കോയല്ലേ. ആ വെള്ളിക്കുടോണ്. ആ കയ്യട് കയ്യട്. സോപ്പിടല്ലേ മതി, മാറ്റോ കൈ. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ഒന്നുമില്ലേ, നിനക്കൊരു പെണ്ണ് ഇട്ടിച്ചേരണ്ടോന്നല്ലേ ഞാൻ. ചക്കരക്കുട്ട. അതേ സോപ്പിടണ്, പിന്നെ സോപ്പിടണ്. കാശിലി മുണ്ടും ഷർട്ടും അഴിച്ചു വെച്ചിട്ട് പോടോ. ഒലക്കര മൂട്. ഷർട്ടും മുണ്ടൂരിയൊക്കെ പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങി നടക്കും. കാലോണ്ട് വെറുതെ നാവിട്ട് ഇളക്കല്ല എന്റെ പരീതിക്ക. കൈ കാശിലില്ലേ ബല്ലേരെ ചായപ്പൊടി കയറി വെട്ടി വിഴുങ്ങുമ്പോ ഓർക്കണേ. താൻ കാശ് വെച്ചിട്ട് മുണ്ടഴിച്ചോക്കിടും. താൻ കാശ് എന്നിട്ട് പോയാ മതി. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും. അത് തരാണ്ട് താൻ ഇവിടുന്ന് ഒരട്ടി വെക്കൂല. അള്ളാണെ വെക്കൂല, അതറിയാ. കോയ പറഞ്ഞതാ. ഇവിടെ നിന്ന് നാണം കെടാതെ ഷർട്ടും മുണ്ട് ഊരി കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ല, ഷർട്ടും മുണ്ടും കൂടെ ആവുമ്പോ വലിയ അടങ്ങാറാ. ഷർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. ഷർട്ടും മുണ്ടും ആണല്ലോ ചോദിക്കണേ. അതോ ഷർട്ട് മാത്രം പോരാ, നമുക്ക് മുണ്ടും കിട്ടണം. അയക്കട മുണ്ട്. ഇക്ക വേണ്ട, ചിലപ്പോ അണ്ടർവെയർ ഉണ്ടാവില്ല. ആ അത് ശരിയാണ്. കൊടങ്ങനെ ഒരു ഷർട്ട് ഊരോ. എടോ ഷർട്ട് അയക്കാൻ അയക്കടോ. ഷർട്ട് പറ അയക്കണം മതി. പോടോ, നീ താൻ പോകാം. അങ്ങനെ അത് പോകാം. താൻ തിരിഞ്ഞു നോക്കണേ. താൻ പോ, തന്റെ പാട്ടിന് പോ. ആ ചിരിക്കണ്ട. ഒക്കേത്തിനെ ഞമ്മള് പിടിക്കണുണ്ട്. എന്താ ഇത്ര ഗൗരവമായിട്ട്? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നിനക്കും നിന്റെ ബാപ്പയ്ക്കും. എന്റെ ഭാര്യയായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ട നിന്നെ കാര്യമില്ലാതെ ഞാൻ സംശയിച്ചു. ഇപ്പോഴെങ്കിലും ആ സംശയം തീർന്നെങ്കിൽ ഞാൻ സംതൃപ്തിയാണ്. ഇതിനൊന്നും ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുകയില്ല. യാതൊരു കാരണവശാലും ആ വീട്ടിൽ കാലുകുത്താൻ പോലും അർഹതയില്ലാത്ത എന്നെ അവിടെ എത്തിക്കാനുള്ള എന്റെ ബാപ്പയുടെ അത്യാഗ്രഹമല്ലേ ഇതിനെല്ലാം കാരണം. നടക്കാവുന്നതേ മനുഷ്യൻ ആഗ്രഹിക്കാവൂ. ശരിയാണ് മോനി പറഞ്ഞത്, 100% ശരിയാണ്. വലിയൊരു തറവാട്ടിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായി 10 കാശിന് ഗതിയില്ലാത്ത, ഒരു ജോലിയും ചെയ്യാൻ കൽപ്പില്ലാത്ത, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ഞാൻ സത്യത്തിൽ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്റെ കുടുംബത്ത് പാത്രം കഴുകിക്കളയുന്ന ചോറുണ്ടല്ലോ, അത് വേണ്ട, എനിക്ക് മരണം വരെ ജീവിക്കാം. പക്ഷേ ഇന്ന് നിന്റെ ബാപ്പയുടെ ഉപ്പും ചോറും തിന്ന് ജീവിക്കേണ്ട ഗതികേടിലായിപ്പോയി. ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിനി ജീവിച്ചിരിക്കണമെന്നൊരു ആഗ്രഹമില്ല അമ്മ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ കണ്ണടയ്ക്കാൻ. ഇല്ല ഉമ്മ, നീ ചെയ്ത ത്യാഗങ്ങൾക്ക് നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുള്ള വഴികളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഇലാഹി? ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഉമ്മുവിന്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട്. അതിന് മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് പറ. ഉമ്മുവിന്റെ
ഉമ്മുവിന്റെ നല്ലൊരു ഭാവിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു സ്ത്രീ ജന്മം മുഴുവൻ ഒഴുക്കേണ്ട കണ്ണുനീര് ഈ ആയുസിനിടയ്ക്ക് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. ഇനി എൻ്റെ കൂടെ ജീവിച്ചാൽ അത് തന്നെ നൽകാൻ എനിക്ക് കഴിയൂ. മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് അവൾ സുഖമായി ജീവിക്കണം. അതിന് ഈ ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. മാമ തടസ്സം പറയുന്നു. ഉമ്മുവിനെ ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? മോളെ മൊഴി ചൊല്ലുന്നെന്ന് കേൾക്കുമ്പോ ഒരു പാപ്പാടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല മോനെ. നളന്തര തറവാട്ടിലേക്ക് ഉമ്മുവിനെ കെട്ടിച്ചയക്കുമ്പോ അവൾ എങ്ങനെ സുഖമായി ജീവിക്കണമെന്ന് മാമ വിചാരിച്ചുവോ അതിൽ 10 മടങ്ങ് സുഖമായി ജീവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. അതിന് മാമ മാത്രം വിചാരിച്ചാൽ മതി. എങ്ങനെ? റസാഖും ഉമ്മുമായി ഒന്നിച്ച് ജീവിക്കാൻ മാമ വഴിതെളിക്കണം. മാമ പറഞ്ഞ റസാഖ് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഉമ്മുവിനെ ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? എന്റെ മോനെ. ഉമ്മു, കമറു നിന്നെ മൊഴി ചൊല്ലിമോളെ. ഞാൻ വല്ല തെറ്റും ചെയ്തോ ബാപ്പ? ഇല്ല മോളെ, നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ കമറു കണ്ട ഏക മാർഗം ഇതാണ്. നീ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കാൻ. ഓഹോ, നീ ആ പാട്ട് പാടിയാടാ ഈ കുഴപ്പത്തിലൊക്കെ കാരണം.